മനു. ശരി, കാസർഗോഡ് മണ്ഡലത്തിൽ നല്ല 68% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടായതിനെ തുടർന്ന് അവിടുത്തെ പോളിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴും അവിടെ ആ ബൂത്തുകളിലൊക്കെ വലിയ തോതിൽ ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്ന സമയത്താണ് ഈ വലിയ കാറ്റും മഴയും ഒക്കെ ഉണ്ടായി വൈദ്യുതി ബന്ധമൊക്കെ തകരാറിലായപ്പോൾ ഒരു സമയമായി. അതുകൊണ്ട് തന്നെ അവിടെ വോട്ടെടുപ്പ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അവിടെ റീപോളിംഗ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മൊത്തത്തിലുള്ള സംസ്ഥാനത്തിന്റെ പോളിംഗ് ശതമാനം ശരാശരി നമുക്ക് ഈ സമയത്ത് അറിയേണ്ടതുണ്ട്. 70% കേരളത്തിന്റെ മൊത്തത്തിലുള്ള പോളിംഗ് ശതമാനം. ഈ സമയത്ത് നോക്കുകയാണെങ്കിൽ 70.08% നമുക്ക് ഈ സമയത്ത് കാണാൻ കഴിയുന്നത്. മികച്ച പോളിംഗ്, അതായത് 5 മണി, ഇനി 1 മണിക്കൂർ ബാക്കി നിൽക്കുന്നു. ആ സമയത്ത് 70.08% പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ സംസ്ഥാനത്ത് ഏകദേശം നല്ല രീതിയിൽ കനത്ത രീതിയിലുള്ള പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇനി ഓരോ മണ്ഡലം തിരിച്ച് നമുക്ക് വീണ്ടും എത്താം. 20 മണ്ഡലങ്ങളിലേക്ക് കൂടി സഞ്ചരിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഓരോ മണ്ഡലങ്ങളിലെയും പോളിംഗ് നിര എന്താണെന്ന്, നമുക്ക് നിരക്ക് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിലെ നോക്കാം. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഈ സമയത്ത് 69.50% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മികച്ച പോളിംഗ് തന്നെയാണ്. ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. 69.50% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു തിരുവനന്തപുരം മണ്ഡലത്തിൽ ഈ സമയത്ത്. ഇനി ആറ്റിങ്ങൽ മണ്ഡലമാണ് നമുക്ക് മുന്നിലേക്ക് വരാനുള്ളത്. ആറ്റിങ്ങലിലെ പോളിംഗ് ശതമാനം എങ്ങനെയാണെന്ന് നോക്കാം. 69.80% ഈ സമയത്ത് ആറ്റിങ്ങലിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അതൊരു മികച്ച പോളിംഗ് ശതമാനം തന്നെയാണ്. 69.80, അതായത് 70ലേക്ക് അടുക്കുന്നു. കൊല്ലം മണ്ഡലത്തിലേക്ക് വരാം. ശക്തമായ മത്സരം നടക്കുന്ന, രാഷ്ട്രീയ മത്സരം നടക്കുന്ന കൊല്ലം മണ്ഡലം. 68.50% ഈ സമയത്ത് കൊല്ലത്തെ ഒരു പോളിംഗ് ശതമാനം. വളരെ മികച്ച പോളിംഗ് നിരക്ക് കൊല്ലത്ത് രേഖപ്പെടുത്തുന്നു. 68.50% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത മണ്ഡലമായ പത്തനംതിട്ടയിലേക്ക് നമുക്ക് പോകാം. പത്തനംതിട്ടയിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി 70 കടന്നിരിക്കുന്നു. പത്തനംതിട്ടയിൽ പോളിംഗ് ശതമാനം 70.50% പത്തനംതിട്ടയിൽ ഈ നിമിഷത്തെ പോളിംഗ് എന്ന് പറയുന്നത്. 70% കടന്നിരിക്കുന്നു പത്തനംതിട്ടയിൽ. 70.50% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു പത്തനംതിട്ടയിൽ. അടുത്ത മണ്ഡലത്തിലേക്ക് നമുക്ക് കിടക്കാം. മാവേലിക്കര മണ്ഡലത്തിലേക്ക് വരാം. മാവേലിക്കരയിൽ 70.80% പോളിംഗ് ആണ് ഈ സമയത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശക്തമായ പോളിംഗ് തന്നെ. 70 കടന്നിരിക്കുന്നു മാവേലിക്കരയിലും. ശക്തമായ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സമയമാണ് മാവേലിക്കരയിൽ. 70.80% വോട്ട്. ഇനിയും 1 മണിക്കൂർ ബാക്കി നിൽക്കുകയാണ് ഈ ഒരു ശതമാനത്തിലേക്ക് എത്തുന്നത്. അടുത്ത മണ്ഡലമായ കോട്ടയത്തേക്ക് വരാം. കോട്ടയത്തും 70 കടന്നിരിക്കുന്നു. കോട്ടയത്ത് 70.60% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ സമയത്തേക്ക് വരുമ്പോൾ. 1 മണിക്കൂർ ബാക്കി നിൽക്കുക. 70% കടക്കുമ്പോൾ ഒരുപക്ഷെ 80-നടുത്തേക്ക് വോട്ടിംഗ് ശതമാനം എത്തുമോ എന്നാണ് ഇനി നമുക്ക് ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നത്. മികച്ച പോളിംഗ് 70.60% കോട്ടയത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത മണ്ഡലത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അടുത്ത മണ്ഡലമായ ഇടുക്കിയിലേക്കാണ് ഇനി വരേണ്ടത്. ഇടുക്കിയിൽ മികച്ച പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിലെ പോളിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ 72-ലെത്തിയിരിക്കുന്നു ഇടുക്കിയിലെ പോളിംഗ് ശതമാനം. അതായത് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ കണ്ണൂരിനോടൊപ്പം എത്തുന്നു ഇടുക്കി. ഇടുക്കിയിൽ 72% പോളിംഗ് ആണ് ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കനത്ത പോളിംഗ് നടക്കുന്നു ഇടുക്കിയിൽ എന്ന് പറയാം. 72% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇടുക്കിയിൽ. 72% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത മണ്ഡലമായ ആലപ്പുഴയിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. ആലപ്പുഴയിൽ എന്താണ് വോട്ടിംഗ് ശതമാനമെന്ന് ഈ നിമിഷത്തിൽ നമുക്ക് അടുത്തത് ആലപ്പുഴയിലെ വോട്ടിംഗ് ശതമാനമാണ് അറിയേണ്ടത്. ആലപ്പുഴയിലെ വോട്ടിംഗ് ശതമാനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 71.50%. 70 കടന്നിരിക്കുന്നു ആലപ്പുഴയിൽ. 71.50% വോട്ടാണ് ആലപ്പുഴയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആലപ്പുഴയിലും മികച്ച രീതിയിലുള്ള പോളിംഗ് ശതമാനം കാണാൻ കഴിയുന്നു. 71.50%. അടുത്ത മണ്ഡലം നമുക്ക് എറണാകുളം മണ്ഡലത്തിലേക്ക് എത്താം. എറണാകുളം മണ്ഡലത്തിലും വലിയ നഗരപ്രദേശമുള്ള മണ്ഡലമാണ്. അവിടെ 69.80% എറണാകുളത്തെ വോട്ടിംഗ് നില ഈ സമയത്ത്. 69.80% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എറണാകുളം മണ്ഡലം. അടുത്ത മണ്ഡലമായ ചാലക്കുടിയിലേക്ക് നമുക്ക് വന്നാൽ ചാലക്കുടിയിൽ 70 കടന്നിരിക്കുന്നു. 71-ലെത്തിയിരിക്കുന്നു ചാലക്കുടിയുടെ വോട്ടിംഗ് ശതമാനം. ചാലക്കുടിയിൽ 71% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ സമയത്ത്. മികച്ച പോളിംഗ് ശതമാനം ചാലക്കുടിയിൽ നടക്കുന്നു. 71% ചാലക്കുടിയിലെ വോട്ടിംഗ് ശതമാനം. അടുത്ത മണ്ഡലമായ തൃശ്ശൂരിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. തൃശ്ശൂരിലും മികച്ച പോരാട്ടം നടക്കുന്നു. മികച്ച രീതിയിലുള്ള വോട്ടിംഗ് ശതമാനമാണ് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. തൃശ്ശൂരിൽ 70% കടന്നിരിക്കുന്നു. 70.50%. 70.50%-ലെത്തിയിരിക്കുന്നു തൃശ്ശൂരിന്റെ വോട്ടിംഗ് നില ഈ മണിക്കൂറിൽ. അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ പാലക്കാട് മണ്ഡലത്തിലേക്ക് പോവുകയാണെങ്കിൽ പാലക്കാട് മണ്ഡലത്തിൽ ഈ സമയത്ത് 71.40% വോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5 മണി കഴിയുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ 71.40% വോട്ട് രേഖപ്പെടുത്തി. മികച്ച രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനം അവിടെയും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. അടുത്ത മണ്ഡലമായ ആലത്തൂരിലേക്ക് പോകാം. ആലത്തൂരിലും മികച്ച രീതിയിലുള്ള പോളിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആലത്തൂരിലെ പോളിംഗ് ശതമാനം 71.10%. മികച്ച ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വ്യക്തത നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. ആ പോളിംഗ് ശതമാനത്തിൽ 71.10% എന്ന വോട്ടിംഗ് നിലയാണ് ആലത്തൂരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത മണ്ഡലമായ പൊന്നാനിയിലേക്ക് നമുക്ക് വരാം.
പൊന്നാനിയിൽ പക്ഷേ വോട്ടിംഗ് കുറവാണ്. അതായത് നേരത്തെ അപേക്ഷിച്ച് കൂടുന്നുണ്ടെങ്കിലും മറ്റ് മണ്ഡലങ്ങളെ വെച്ച് നോക്കുമ്പോൾ പൊന്നാനിയിൽ വോട്ടിംഗ് ശതമാനം കുറവാണ്. കാരണം അവിടെ 66.60% പക്ഷേ കഴിഞ്ഞ സമയങ്ങളിൽ നിന്ന് വർധന ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 59 നിന്നൊക്കെയാണ് ഇപ്പോൾ 66ലേക്ക് വളരെ വേഗത്തിൽ എത്തിയിരിക്കുന്നത്. അടുത്ത മണ്ഡലമായ മലപ്പുറത്ത് എന്താണ് സ്ഥിതി എന്ന് നോക്കാം. മലപ്പുറത്തും കുറവ് തന്നെയാണ്. ഒരുപക്ഷേ സംസ്ഥാനത്ത് ഏറ്റവും കുറവ് ഈ സമയത്ത് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മലപ്പുറത്താണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 64.60% മലപ്പുറത്ത് ഈ സമയത്ത് പോളിംഗ് ശതമാനം. പോളിംഗ് കുറവാണ് മലപ്പുറത്ത് ഈ സമയത്ത്. ഇനി വയനാട് മണ്ഡലത്തിലേക്ക് നമുക്ക് നോക്കാം. അവിടെ ശക്തമായ മത്സരം നടക്കുന്നു. വയനാട്ടിൽ 71% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. വയനാട്ടിൽ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ആളുകൾ വോട്ടിനായി എത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. 71% വോട്ട് രേഖപ്പെടുത്തുന്നു. ഇനി ചുരമിറങ്ങി വയനാട്ടിൽ കോഴിക്കോടേക്ക് എത്താം. കോഴിക്കോട്ടെ വോട്ടിംഗ് ശതമാനം നമുക്ക് നോക്കാം. കോഴിക്കോട് വോട്ടിംഗ് ശതമാനം ഈ സമയത്ത് 69.30, 70ലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. കോഴിക്കോട്ടെ വോട്ടിംഗ് ശതമാനം. മികച്ച രാഷ്ട്രീയ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. 69.30 ഈ സമയത്ത് പോളിംഗ് ശതമാനം. വടകര മണ്ഡലത്തിലേക്ക് നോക്കാം. ഏറ്റവും ശക്തമായ പോളിംഗ് നടക്കുന്ന അല്ലെങ്കിൽ ആവേശത്തോടെ കാത്തിരിക്കുന്ന മണ്ഡലം വടകരയിൽ 69.80% വോട്ട് ഈ സമയത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. വടകരയും 70% എത്തുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. 5 മണി കഴിയുമ്പോൾ വടകരയിൽ 69.80%. അടുത്ത മണ്ഡലമാണ് കണ്ണൂർ മണ്ഡലത്തിന്റെ പോളിംഗ് ശതമാനത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന നിലവിൽ കണ്ണൂരിൽ തന്നെയാണ്. ഇടുക്കിയും കണ്ണൂരും തമ്മിലാണ് പോളിംഗ് ശതമാനത്തിൽ ഇപ്പോൾ വലിയ പോരാട്ടം നടക്കുന്നത്. കണ്ണൂരിൽ